മുഹറം മാസം ഇബാദത്തിന് ഏറ്റവും നല്ല മാസമാണ്. മറ്റു പല മാസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ബഹുമാനപ്പെട്ട ആ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു, അന്നഹൽ അശ്റുൽ അവൈലു മിനൽ മുഹറം. അതേ വൽ ഫജ്റിന്റെ തഫ്സീറിൽ തന്നെ കാണാം, ചില പണ്ഡിതന്മാർ പറയുന്നു അതേ മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസമാണ് ഓർമ്മപ്പെടുത്തിയത്. എന്നിട്ട് ഹദീസിൽ കാണാം ജഅലഹുല്ലാഹു കഫാറതൻ 50 സന. മുഹറം 1 ആരെങ്കിലും നോമ്പനുഷ്ഠിച്ചാൽ കഫാറത 50 സന, 50 വർഷക്കാലം അവന്റെ ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ കുറ്റങ്ങൾക്കുമുള്ള പ്രായശ്ചിത്തമാണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. പിന്നെയോ വസൗമ യൗമിൽ മുഹറമി ബിസൗമി 30 യൗമാ. മുഹറം മാസത്തിൽ ഒരു ദിവസം ഒരാൾ നോമ്പെടുത്താൽ, മുഹറം മാസത്തിലെ ഏതെങ്കിലും ഒരു ദിവസം ഒരാൾ നോമ്പെടുത്താൽ അവന്റെ നോമ്പ് 30 യൗമാ. അവന്റെ ഓരോ നോമ്പും അതേ 30 നോമ്പിന് തുല്യമാണ്. ഒരു നോമ്പെടുത്താൽ അതിനു പകരം 30 നോമ്പിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. പിന്നെയോ മുഹറം 9ഉം 10ഉം നമ്മൾ വളരെ മഹത്വത്തോടു കൂടി കാണുന്ന ദിവസമാണ്. അതേ സൗമൽ ബഹുമാനപ്പെട്ട ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, മൻ സ്വാമ അയ്യാമൽ അശ്രി ഇലാ അശൂറാ ഔറദൽ ഫിർദൗസൽ ഉലാ അൽ അലാ. മഹാമഹതിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അയ്യാമുൽ ഹസ്ർ വരെ മുഹറം 1 മുതൽ അതേ ഒരാൾ 10 വരെ നോമ്പനുഷ്ഠിച്ചാൽ, അതേ യൗമുൽ ഹസ്ർ എന്ന് പറഞ്ഞാൽ 1ാമത്തെ ദിവസമാണ്, അത് മുതൽ ആശൂറാന്റെ ദിവസം വരെ മുഹറം 10 വരെ ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ ബഹുമാനപ്പെട്ട മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഔറദൽ ഫിർദൗസൽ അലാ, ഏറ്റവും ഉന്നതമായ മഹത്വമായ ഫിർദൗസ് സ്വർഗ്ഗലോകം അവന് നിർബന്ധമായി പോയി. മുഹറം 1 മുതൽ 10 വരെ ഒരാൾ നോമ്പെടുത്താൽ ഓരോ നോമ്പിനും 30 വരെയുള്ള ദിവസങ്ങളിൽ, 29 വരെയുള്ള ദിവസങ്ങളിൽ ഓരോ നോമ്പിനും അല്ലാഹു തആല നൽകുന്ന കൂലി, ഓരോ നോമ്പിനും 30 നോമ്പിന്റെ കൂലിയാണ്. 1ാമത്തെ ദിവസം നോമ്പെടുത്താൽ 50 കൊല്ലത്തെ തെറ്റുകൾക്കുള്ള പ്രായശ്ചിത്തമാണ്, പകരമാണ്. ഇനി 1 മുതൽ 10 വരെ ഒരാൾ നോമ്പെടുത്താൽ അതേ അവൻ ജന്നാത്തുൽ ഫിർദൗസിൽ അലാ, ഉന്നതമായ സ്വർഗ്ഗത്തിൽ ഒരു സ്ഥാനം അവൻ നിർബന്ധമാക്കി പോയി.